ഹായ്, എല്ലാവർക്കും കാലിക്സ് ഇൻഫോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ SSLC +2 എന്നിവയെല്ലാം എഴുതിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. 10ാം ക്ലാസ് +2 എന്നിവ തുല്യതാ പരീക്ഷയിലൂടെ എഴുതാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവർക്കൊക്കെ ഇത് നല്ലൊരു അവസരമാണ്. നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്നവർക്കൊക്കെ ഇത് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാനുള്ള നല്ലൊരു അവസരമാണ്. അപ്പോൾ നമുക്ക് ഈ കോഴ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. 4ാം ക്ലാസ്, 7ാം ക്ലാസ്, 10, +1, +2 ഇവയാണ് നമുക്ക് തുല്യതാ കോഴ്സിലൂടെ എഴുതിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 10 മാസമാണ്. ഇതിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി എന്ന് പറയുന്നത് 2026 മെയ് 5 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂൺ 15 വരെ സമയം നീട്ടിയിട്ടുണ്ട്. മെയ് 25 വരെയായിരുന്നു, അതിപ്പോൾ ജൂൺ 15 വരെ പിഴയില്ലാതെ അപേക്ഷ സമർപ്പിക്കുവാനുള്ള സമയം നീട്ടിയിട്ടുണ്ട്. ജൂൺ 15 ശേഷം പിഴയോടുകൂടി അപേക്ഷ സമർപ്പിക്കാം. നമ്മുടെ സാധാരണ സ്കൂളിലെ 10ാം ക്ലാസ്സിന് ഏതെല്ലാം വിഷയങ്ങൾ പഠിക്കാനുണ്ടോ അത്രയും വിഷയങ്ങൾ തുല്യതാ കോഴ്സിനും പഠിക്കാനുണ്ടാവും. ഇനി കോഴ്സിന് ചേരുന്നതിനുള്ള യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പ്രായം 2026 മെയ് 1 17 വയസ്സ് പൂർത്തിയായിരിക്കണം. +2 ആണെങ്കിൽ 22 വയസ്സാണ് കേട്ടോ. ഔപചാരിക തലത്തിലുള്ള 7ാം ക്ലാസ് വിജയിച്ചവർ, സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന 7ാം തരം തുല്യതാ പരീക്ഷ ജയിച്ചവർ, അതായത് സാധാരണ സ്കൂളിൽ പോയി 7ാം ക്ലാസ് ജയിച്ചവരോ അല്ലെങ്കിൽ സാക്ഷരതാ മിഷന്റെ തുല്യതാ പരീക്ഷയിലൂടെ 7ാം ക്ലാസ് പാസ്സായവർക്കോ അപേക്ഷ സമർപ്പിക്കാം. ഔപചാരിക തലത്തിലുള്ള 8ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും ഇടയിൽ പഠനം നിർത്തിയവർ, SSLC പരാജയപ്പെട്ടവർ, 2020 വരെ SSLC പരാജയപ്പെട്ടവർക്കും അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാം, അല്ലെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാക്ഷരതാ പ്രേരകമാർ മുഖേന നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിട്ടുള്ള വഴി കേട്ടോ. കാരണം സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് എല്ലാം സാക്ഷരതാ മിഷന്റെ ഓഫീസിൽ എത്തിക്കേണ്ടി വരും. സാക്ഷരതാ പ്രേരകമാർ മുഖേന ചെയ്യുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഡോക്യുമെന്റ്സ് മാത്രം അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുത്താൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കും ഒന്നുകൂടെ ഈസി ആയിട്ടുള്ള മാർഗം. അപേക്ഷാ ഫോം, പ്രോസ്പെക്ടസ്, ചലാൻ എന്നിവ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പ്രേരകമാരെ പോയി കാണുകയാണെങ്കിൽ അവർ ഇതെല്ലാം നമുക്ക് സൗകര്യം ചെയ്തു തരും. അപ്പോൾ അവരുടെ അടുത്ത് നമ്മുടെ ഡോക്യുമെന്റ്സ് മാത്രം കൊണ്ടു കൊടുത്താൽ മതി. സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അപേക്ഷാ ഫോം എല്ലാം ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. SC/ST, ഭിന്നശേഷി, ട്രാൻസ്ജെൻഡർ വിഭാഗം പഠിതാക്കൾക്ക് കോഴ്സ് ഫീസ് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. 10ാം തരം തുല്യതാ കോഴ്സ് ഫീസ് 1850 രൂപയും രജിസ്ട്രേഷൻ ഫീസ് 100 രൂപയും ഉൾപ്പെടെ 1950 രൂപയാണ്. +2 ആണെങ്കിൽ 2600 രൂപയാണ്. 300 രൂപയാണ് ഇതിൽ രജിസ്ട്രേഷൻ ഫീസ്. +1നും +2നും ഫീസ് ഉണ്ടായിരിക്കും കേട്ടോ. ഒറ്റ തവണയല്ല, 2 തവണ തന്നെ അപേക്ഷ ഫീസ് ഉണ്ടായിരിക്കും. പിന്നെ ചില പഞ്ചായത്തുകളിലൊക്കെ പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ടായിരിക്കും ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പഞ്ചായത്തുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് നൽകേണ്ടതില്ല. പിന്നെ എക്സാം ഫീസ്, ഇതിന് പുറമെ എക്സാം ഫീ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ജില്ലാ ഓഫീസുകളിൽ നിന്ന് പാഠപുസ്തകങ്ങൾ കോഴ്സ് ആരംഭിക്കുമ്പോൾ വിതരണം ചെയ്യുന്നതാണ്. അപ്പോൾ കോഴ്സ് ആരംഭിക്കുന്ന സമയത്ത് ബുക്സ് എല്ലാം നിങ്ങൾക്ക് എത്തിച്ചു തരും. നിങ്ങൾ പോയി വാങ്ങേണ്ടതില്ല. ഇനി ഇതിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 10ാം തരം തുല്യതാ പഠിതാക്കൾക്കായി സമ്പർക്ക പഠന ക്ലാസുകൾ ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ നടത്തുന്നതാണ്. എല്ലാ ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലുമാണ് ക്ലാസുകൾ നടത്തുന്നത്. സമ്പർക്ക പഠന ക്ലാസുകളുടെ സുഗമമായ നടത്തിപ്പിൻ്റെ ജില്ലാതല ചുമതല ജില്ലാ പ്രൊജക്റ്റ് കോർഡിനേറ്റർമാർക്കും ഓരോ പഠന ക്ലാസിൻ്റെയും ചുമതല തിരഞ്ഞെടുക്കപ്പെടുന്ന അതത് സെൻറ്റർ കോർഡിനേറ്റർമാർക്കുമായിരിക്കും. ഹൈബ്രിഡ് രീതിയിലായിരിക്കും ക്ലാസുകൾ നൽകുക. അതായത് ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും.
ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത പഠിതാവിന് രജിസ്റ്റർ ചെയ്ത അധ്യയന വർഷം മുതൽ 3 അധ്യയന വർഷത്തിനുള്ളിൽ കോഴ്സ് പൂർത്തിയാക്കാൻ അവസരമുണ്ട്. ആദ്യത്തെ വർഷം എഴുതാൻ പറ്റിയില്ലെങ്കിലും 3 വർഷത്തിനുള്ളിൽ കോഴ്സ് പൂർത്തിയാക്കിയാൽ മതി. എന്നാൽ +2 അതേ വർഷത്തിൽ തന്നെ പാസ്സാവണം കേട്ടോ. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് നിർബന്ധമായും കോഴ്സ് ഫീസിനോടൊപ്പം ചലാൻ മുഖേന അടവാക്കേണ്ടതാണ്. ചലാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ലിറ്ററസി മിഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കോപ്പി സാക്ഷരതാ പ്രേരകന്മാരുടെയൊക്കെ കയ്യിലുണ്ടായിരിക്കും. വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ചലാൻ പൂരിപ്പിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖകളിൽ പണമടയ്ക്കാവുന്നതാണ്. പണമടയ്ക്കുമ്പോൾ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ചലാനിൻ്റെ ഒരു ഭാഗം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിനോടൊപ്പം അതത് ജില്ലാ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. നിങ്ങൾ SBIയിൽ ചലാൻ മുഖേന പൈസ അടച്ചതിന് ശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന അതിൻ്റെ ബാക്കി ഭാഗം പ്രേരകന്മാരെ കയ്യിൽ എത്തിച്ചാൽ മതിയാകും. 40% അതിലധികമോ അംഗവൈകല്യമുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോഴ്സ് ഫീസ് സൗജന്യമായിരിക്കും. SC ST ഭിന്നശേഷി വിഭാഗം പഠിതാക്കൾ രജിസ്ട്രേഷൻ ഫീസായ 100 രൂപ മാത്രം അടവാക്കിയാൽ മതി. ഇനി അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന ഡോക്യുമെൻസിൻ്റെ കാര്യത്തിലുള്ള കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. അതെന്തെല്ലാമാണെന്ന് നോക്കാം നമുക്ക്. ഫീസ് അടച്ച ചലാൻ്റെ അസൽ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ജനന തീയതി തെളിയിക്കുന്നതിന് പഠിച്ചിരുന്ന വിദ്യാലയത്തിലെ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നിവയിലെ ഏതെങ്കിലും ഒന്നിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. പട്ടികജാതി പട്ടികവർഗ പഠിതാക്കൾക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നതിന് ജാതി തെളിയിക്കുന്നതിനായി തഹസിൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തിയത് നിർബന്ധമായും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകൻ്റെ SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രേഖയിൽ ജാതി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആയത് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റിന് പകരമായി അടിസ്ഥാന രേഖയായി പരിഗണിക്കും. അച്ഛനമ്മമാർ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അവരിലൊരാളുടെ SSLC ബുക്ക് വിദ്യാഭ്യാസ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ജാതി തെളിവായി പരിഗണിക്കും. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തിയിരിക്കേണ്ടതാണ്. അപേക്ഷയിൽ പതിക്കുന്ന ഫോട്ടോ നിശ്ചിത അളവിലുള്ളതായിരിക്കണം. 10ാം തരം തുല്യതാ കോഴ്സിന് അല്ലെങ്കിൽ ഏതാണോ തുല്യതാ കോഴ്സ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിന് തിരഞ്ഞെടുക്കുന്ന മീഡിയം ഭാഷ ഏതാണെന്ന് അപേക്ഷാ ഫോറത്തിൽ അടയാളപ്പെടുത്തേണ്ടതാണ്. തുല്യതാ കോഴ്സിൻ്റെ അതിനാവശ്യമായിട്ടുള്ള യോഗ്യതകളില്ലാതെ രജിസ്റ്റർ ചെയ്യുന്ന അപേക്ഷകർക്ക് അപേക്ഷയോടൊപ്പം അടച്ച തുക ഒരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. മതിയായ യോഗ്യതയോടുകൂടെ ഒരിക്കൽ ഫീസ് ഒടുക്കി കോഴ്സിൽ രജിസ്റ്റർ ചെയ്ത പഠിതാക്കൾക്ക് ഒരു കാരണവശാലും കോഴ്സ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് തുകകൾ തിരികെ അനുവദിക്കുന്നതല്ല എന്നും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ യോഗ്യതകൾ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന രീതിയിൽ അപേക്ഷ സമർപ്പിക്കാതിരിക്കുക. അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇതിന് അപേക്ഷ നൽകിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ അടവാക്കിയ പൈസ തിരികെ ലഭിക്കില്ല എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ആർക്കെങ്കിലും അപേക്ഷ നൽകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളടുത്തുള്ള പഞ്ചായത്തിൽ പോയിട്ട് സാക്ഷരതാ മിഷൻ പ്രേരകിനെ കണ്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ ഫൈനില്ലാതെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ അതിനുശേഷം ഫൈനോട് കൂടിയായിരിക്കും അപേക്ഷ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ പോയി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്.